പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയതായി സംശയം. ചെത്തൂങ്കര സ്വദേശി അമ്പാടിയാണ് മരിച്ചത്. മുൻ വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. മിഥുൻ മുരളി വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? എന്ന് ഏകദേശം സ്ഥിരീകരിക്കാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഒരു അപകടം എന്നായിരുന്നു പ്രാഥമികമായി ഒരു അനുമാനത്തിലേക്ക് എത്തിയത്. പിന്നീട് ഇത് കൊലപാതകം തന്നെയാണെന്നുള്ള ഒരു സ്ഥിരീകരിക്കുന്ന വിവരത്തിലേക്ക് എത്തുകയാണ്. ഇന്നലെ രാത്രി ചെത്താമ്പര സ്വദേശിയായിട്ടുള്ള അമ്പാടി സുരേഷാണ് കൊല്ലപ്പെട്ടത്. ബിവറേജിന് സമീപത്ത്, മക്കപ്പുഴയിൽ ഉള്ള ബിവറേജിന് സമീപത്ത് ഈ സുരേഷും മറ്റ് 3 യുവാക്കളും ചേർന്ന് അടിപിടിയും വാക്കുതർക്കവും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാർക്കിങ്ങിനെ ചൊല്ലിയായിരുന്നു ഈ വാക്കുതർക്കം ഉണ്ടായത്. അതിനുശേഷം സുരേഷ് പിന്നീട് റാന്നിയിലെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ബൈക്ക് നിർത്തി റോഡരികിൽ നിൽക്കുന്നതിനിടയിലായിരുന്നു ഒരു കാറ് വന്ന് ഇയാളെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ സുരേഷ് ദൂരേക്ക് തെറിച്ച് മാറുകയായിരുന്നു. പിന്നീട് ഈ കാറിൽ ഉണ്ടായിരുന്നത് നേരത്തെ സുരേഷുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട, സംഘർഷത്തിൽ ഏർപ്പെട്ട 3 യുവാക്കളാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകമാണ് എന്നുള്ള വിവരമാണ് ഈ നിമിഷമുള്ളത്. മറ്റ് വാഹനം ഓടിച്ചിരുന്ന, വാഹനത്തിൽ ഉണ്ടായിരുന്ന 3 യുവാക്കൾക്കായിട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കാർ ഉപേക്ഷിച്ച് പ്രതികൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് റാന്നി പോലീസ് പറയുന്നത്. ഏകദേശം കൊലപാതകം എന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്ന രീതിയിലേക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഇതൊരു അപകടം എന്ന രീതിയിലേക്കുള്ള അനുമാനത്തിലേക്ക് എത്തിയെങ്കിലും നേരത്തെ തന്നെ ഇവർ തമ്മിലുള്ള ശത്രുത, മുൻവൈരാഗ്യം അതുതന്നെയാണ് കൊലപാതക കാരണം എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ബിവറേജിന് സമീപത്ത് വെച്ച് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. ഇതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത, മുൻവൈരാഗ്യം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നോ, ഈ 3 അംഗ സംഘവും സുരേഷും തമ്മിൽ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നലെ ബിവറേജിന് സമീപം രാത്രി 8:30 കൂടി വാക്കുതർക്കം ഉണ്ടാകുന്നു. കയ്യാങ്കളിയിലേക്ക് എത്തുന്നു. അതിനുശേഷം ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന സുരേഷ് റോഡരികിൽ നിൽക്കുമ്പോൾ കാറിലെത്തിയ ഈ 3 അംഗ സംഘം സുരേഷിനെ ഇടിച്ചു തെറിപ്പിച്ച് തുടർന്ന് സുരേഷിന്റെ മരണം സംഭവിക്കുകയുമായിരുന്നു. 3 പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരുടെ കാർ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്.